പ്രതികാരം അത് വീട്ടാനുള്ളതാണ്. അത് ഇന്ന് രോഹിത് ശർമ്മ തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മയെ ബൗണ്ടറി ലൈനിലേക്ക് പാണ്ഡ്യ നീക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ക്രിക്കറ്റ് ലോകത്ത് അത് ചർച്ചയായിട്ടുണ്ടായിരുന്നു. മുംബൈക്ക് 5 കപ്പ് നേടിത്തന്ന ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. അദ്ദേഹത്തെ ഇങ്ങനെ തരം താഴ്ത്തിയതിൽ ആരാധകർ കലിപ്പിലായിരുന്നു. കഴിഞ്ഞ മത്സരം മുഴുവൻ പാണ്ഡ്യയുടെ ഷോയായിരുന്നു. രോഹിത്തിനെ മാക്സിമം പണി കൊടുക്കാൻ പാണ്ഡ്യ നോക്കി. എന്നാൽ രോഹിത് ഒന്നും തന്നെ തിരിച്ച് ചെയ്തില്ല. വളരെ കൂളായിട്ട് പാണ്ഡ്യ പറയുന്നത് കേട്ടനുസരിച്ചു. എനിക്കും ഒരു അവസരം വരുമെന്ന് രോഹിത് ശർമ്മ മനസ്സിൽ കണക്ക് കൂട്ടി. ഇന്നായിരുന്നു ആ ദിവസം. രോഹിത് ശർമ്മ തിരിച്ച് പ്രതികാരം ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് SRH 277 റൺസാണ് അടിച്ചു കൂട്ടിയത്. IPL ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന സ്കോറായിരുന്നു ഇത്. ഇതിലും വലിയ നാണക്കേട് ഇനി മുംബൈക്ക് കിട്ടാനില്ല. ഇന്ന് SRH 10 ഓവറിൽ 158 റൺസ് അടിച്ചു കൂട്ടി. ഇത്രയും അധികം റൺസ് കിട്ടിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ ശരിക്കും ഒന്ന് ക്ഷീണിച്ചു. ശേഷം പാണ്ഡ്യ രോഹിതിന്റെ സഹായം തേടി. പിന്നീട് രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻസി ഏറ്റെടുത്തത്. ക്യാപ്റ്റൻസി കിട്ടിയ വഴിക്ക് തന്നെ രോഹിത് ശർമ്മ പാണ്ഡ്യയെ ബൗണ്ടറി ലൈനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. പാണ്ഡ്യയെ ആദ്യം തന്നെ ബൗണ്ടറിയിലേക്ക് മാറ്റിയത് ഒരു പ്രതികാരമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് ആരാധകർ ആഘോഷിക്കുകയാണ്. രോഹിത്തിനെ കഴിഞ്ഞ മത്സരത്തിൽ പാണ്ഡ്യ ബൗണ്ടറി ലൈനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് പ്രതികാരമാണ് ഇപ്പോൾ രോഹിത് തിരിച്ച് ചെയ്തിരിക്കുന്നത്. രോഹിത് ശർമ്മയും ഹാപ്പിയാണ്, മുംബൈ ഫാൻസും ഹാപ്പിയാണ്. പാണ്ഡ്യയുടെ അഹങ്കാരത്തിന് ചെറിയൊരു മറുപടിയാണ് രോഹിത് ശർമ്മ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഉടനെ തന്നെ പാണ്ഡ്യയുടെ ഷോ അവസാനിക്കുമെന്നാണ് റിപ്പോർട്ട്. കാരണം പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി തെറിക്കാൻ സാധ്യതയുണ്ട്. രോഹിത് ശർമ്മ തിരിച്ച് ക്യാപ്റ്റൻ ആയേക്കുമെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് വീണ്ടും രക്ഷപ്പെടും. ഇപ്പോൾ അടുപ്പിച്ച് 2 മത്സരം തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.